ബഹിരാകാശ യാത്ര എന്നാൽ വളരെയധികം അപകടങ്ങളും അനിശ്ചിതത്വവും നിറഞ്ഞതാണ്. കൽപ്പന ചൗളയടക്കം എത്രയോ ബഹിരാകാശ യാത്രികർ ഈ അനന്തമജ്ഞാതമാം ലോകത്ത് പൊടി പോലും കിട്ടാതെ വിലയം പ്രാപിച്ചവരാണ്. എന്നിട്ടും ഓരോ ബഹിരാകാശ സഞ്ചാരിയും പുതിയ യാത്ര പോകാൻ കൊതിക്കുകയാണ്. പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താൻ സ്വന്തം ജീവിതം പോലെ അവർ തൃണവത്കരിക്കുന്നു. ബഹിരാകാശ നിലയത്തിന് ഏകദേശം 105 മീറ്റർ നീളമാണുള്ളത്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വിസ്താരത. ഒരു സെക്കൻഡിൽ 7.6 കിലോമീറ്റർ വേഗം, മണിക്കൂറിൽ 28,000 കിലോമീറ്റർ. ഇത്രയും വേഗത്തിൽ ചുറ്റുന്നതുകൊണ്ട് ഭൂമിയെ ഒരു ദിവസം 16 പ്രാവശ്യം ബലം വയ്ക്കുന്നു. അതായത് ബഹിരാകാശത്തുള്ളവർക്ക് ഒരു ദിവസം 16 സൂര്യോദയങ്ങൾ കാണാം. പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 50% ഓക്സിജൻ വീണ്ടെടുക്കുകയും മൂത്രത്തെ റീസൈക്കിൾ ചെയ്ത് കുടിവെള്ളമാക്കുകയും ക്രൂവിലെ ആൾക്കാരുടെ ശ്വാസത്തിൽ നിന്നും വിയർപ്പിൽ നിന്നുമുള്ള ഈർപ്പം വെള്ളമാക്കാൻ കഴിയുന്ന സംവിധാനവുമുണ്ട്. 8 ദിവസത്തേക്കുള്ള ബഹിരാകാശ യാത്ര 9 മാസങ്ങൾ നീണ്ട ശേഷം ഇന്ത്യൻ വംശജിയായ നാസ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. നിരവധി റെക്കോർഡുകൾ തൻ്റെ പേരിൽ എഴുതി ചേർത്താണ് സുനിത വില്യംസിൻ്റെ മടക്കം. 1998 നാസയുടെ ബഹിരാകാശ യാത്രയ്ക്കായി സുനിത വില്യംസിനെ തിരഞ്ഞെടുക്കുന്നത്. അതിനു മുൻപ് അവർ US നേവിയിലെ ക്യാപ്റ്റനായി വിരമിച്ച വ്യക്തിയാണ്. ബഹിരാകാശത്ത് മാരത്തൺ പൂർത്തിയാക്കിയ ആദ്യ വ്യക്തിയാണ് സുനിത. സുനിത വില്യംസിന്റെ പര്യവേഷണങ്ങൾക്ക് ആദരമായി ഇന്ത്യ പത്മഭൂഷൺ നൽകി അവരെ ആദരിച്ചിരുന്നു. സുനിതയുടെ സ്വാധീനം റെക്കോർഡുകൾക്കും പുരസ്കാരങ്ങൾക്കും അപ്പുറമാണ്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ കരിയറുകൾ സ്വീകരിക്കാൻ പെൺകുട്ടികൾക്ക് ഊർജ്ജം നൽകുന്നു. ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ദൗത്യം ഒരു പടി കൂടി അടുത്തിരിക്കുന്നു. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്യാപ്സൂൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത് കഴിഞ്ഞു. എത്തിച്ചേർന്ന 4 സംഘത്തിന് ISSന്റെ നിയന്ത്രണം കൈമാറിയ ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. ഡ്രാഗൺ പേടകത്തിൽ 19-നാണ് അവരുടെ മടക്കം. ഇത്രയും നാളത്തെ ബഹിരാകാശവാസം അവർക്ക് വലിയ രീതിയിലുള്ള ശാരീരിക വെല്ലുവിളികളാണ് സമ്മാനിക്കുക. പാദങ്ങൾ പോലും കുട്ടികളുടെ ഇതുപോലെയാകും. സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞത് കാരണം രക്തചംക്രമണത്തെ പോലും ബാധിക്കും. എല്ലുകളുടെ സാന്ദ്രത കുറഞ്ഞ് നടക്കാൻ പോലും ബുദ്ധിമുട്ടാകും. റേഡിയേഷൻ പ്രശ്നങ്ങളുണ്ടാകും. ഇവയെല്ലാം ചേരുന്ന മാനസിക പ്രശ്നങ്ങളും ബാധിക്കും. ലാൻഡിങ്ങിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ലോകം. ചന്ദ്രനിലിറങ്ങിയ നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ലോകം കാത്തിരുന്ന മറ്റൊരു ബഹിരാകാശം മടങ്ങി വരുമെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിച്ചത്. സ്പേസ് സ്റ്റേഷനിൽ തിരിച്ചെത്തുന്ന സുനിത വില്യംസിനെയും വിൽമോറിനെയും വീൽ ചെയറിലാണ് താഴെ ഇറക്കുക. സീറോ ഗ്രാവിറ്റിയിൽ നിന്നും പെട്ടെന്ന് ഭൂമിയിലെത്തുമ്പോൾ ശരീരത്തിൻ്റെ ഭാരം വഴങ്ങാത്തതാണ് കാരണം. ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് തെല്ലും ഭയമില്ലാതെ നടന്നു കയറിയ സുനിതയുടെ ജീവിതം ബഹിരാകാശത്ത് പുതിയ അതിർത്തികൾ രേഖപ്പെടുത്തുന്നു. ചക്രവാളത്തിനപ്പുറത്തേക്ക് നോക്കാൻ ഒരു തലമുറയെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നിമിഷത്തിൽ GPS മീഡിയ അനന്തമജ്ഞാതമായ ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു തീർന്ന കൽപ്പന ചൗളയെ സ്മരിക്കുകയാണ്. രാജ്യത്തിനായി അവരുടെ പ്രാണത്യാഗം മറക്കാനാവാത്താണ്. സുനിത വില്യംസിനും വിൽമോറിനും സുരക്ഷിതമായ മടങ്ങിവരവിന് നാമേവരും സകല ദൈവങ്ങളോടും പ്രാർത്ഥിക്കണം. അത് മനുഷ്യരാശിയുടെ കടമയാണ്. ഈ പ്രപഞ്ചത്തിലെ 33 കോടി ദേവതകളോടും അകമഴിഞ്ഞു മനസ്സുരുകി നിങ്ങളോടൊപ്പം GPS മീഡിയയും പ്രാർത്ഥിക്കുന്നു.